ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തിരൂർ ടൗൺ ഹാളിൽ നടന്ന ഹദീസ് സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ഹനീഫ ഓടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ ചുരുങ്ങിയ സമയത്ത് എനിക്ക് എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ലക്ഷ്യം പരലോകത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. ഞാൻ എപ്പോഴും ഈ വിഷയത്തിൽ ഞാനുമായി സംവദിക്കുന്ന എന്റെ സഹോദരങ്ങളോട്, അത് ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, നമ്മുടെ സംഘടനയിൽ പുറത്തുള്ള ആളുകളാവട്ടെ, ഒരു ഹദീസിനെ പരിഹസിച്ചുകൊണ്ട്, ഒരു സഹാബിന്റെ പോരായ്മകൾ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ച് മണിക്കൂറുകളോടുള്ള പ്രഭാഷണത്തെക്കാളും, അതുപോലെ തന്നെ എഴുതി പേജുകൾ നിറഞ്ഞ് അവാർഡ് കിട്ടി നരകത്തിൽ പോകുന്നേക്കാൾ നല്ലത് പേന എടുക്കാതെ സ്വർഗത്തിൽ പോകലാണ്. മാനവരാശി ചൂഷണ വിധേയമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്ന വിശുദ്ധ ജീവിതരേഖയാണ് പ്രവാചകചര്യയെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി അത്ഭുതമാണ് പ്രവാചകചര്യ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ഹദീസ് സമ്മേളനം അഭിപ്രായപ്പെട്ടു. വിസ്ഡം യൂത്ത് ജില്ലാ ട്രഷറർ സലീം ബാവനർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സ്വലാഹി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അത്ഭുതമാണ് നബിചര്യ എന്ന വിഷയത്തിൽ അജ്മൽ ഫൗസാൻ, ഹദീസ് പ്രമാണം തന്നെ എന്ന വിഷയത്തിൽ മുഹമ്മദ് സ്വാദിഖ് മദീനി, 2 സ്വഹീഹുകൾ എന്ന വിഷയത്തിൽ ഹംസ മദീനി, ഹദീസ് നിഷേധം നാൾവഴികൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജീബ് ഒട്ടുമ്പൽ നേതൃത്വം നൽകി. വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ നെല്ലിശ്ശേരി, വിസ്ഡം യൂത്ത് ജില്ലാ ഭാരവാഹികളായ ഇർഫാൻ ഹബീബ്, മിസ്ഹാബ് തങ്ങൾ, ഹനീഫ് അക്കര, മൂസിൻ താനാളൂർ, താരിഫ് തിരൂർ എന്നിവർ പ്രസംഗിച്ചു.